ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഷാജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ BBA. എന്താണ് BBA? എങ്ങനെയാണ് BBAക്ക് അഡ്മിഷൻ എടുക്കുക? ഇത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോലി സാധ്യതകളും സാലറിയും ഒക്കെ? ബാംഗ്ലൂരും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയായി അഡ്മിഷൻ എടുക്കാൻ പറ്റിയ BBAക്ക് പറ്റിയ നല്ല കോളേജുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജനറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ താല്പര്യമുള്ള ഏതൊരാൾക്കും എടുക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് BBA എന്ന് പറയുന്നത്. ബിസിനസ്സിനോടുള്ള താല്പര്യം അതല്ലെങ്കിൽ ഏതെങ്കിലും ഫെമ്മിന്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡിലോട്ടോ മാനേജ്മെന്റ് സൈഡിലോട്ടോ ബന്ധപ്പെട്ട വർക്ക് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സ് നമുക്ക് വളരെ ആപ്റ്റബിൾ ആണ്. അതുപോലെ ആർക്കെങ്കിലും സ്വന്തമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് പാർട്ണർഷിപ്പോ നേടണമെങ്കിലും BBA നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഡിഗ്രി വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബിസിനസ് മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 3 വർഷം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയും. +1 +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ച ആർക്കും BBA കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ അക്കൗണ്ടിംഗ് പേപ്പേഴ്സും ഫൈനാൻസ് പേപ്പേഴ്സും വരുന്നുണ്ട്. ഒരു QT അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പേപ്പർ ചില യൂണിവേഴ്സിറ്റികളിൽ കാണാറുണ്ട്. ഇതിലെല്ലാം മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള മാത്സ് ഒന്നും അല്ലെങ്കിലും +1 +2 മാത്സ് തീരെ ടച്ച് ഇല്ലാതിരിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസ് പോലെ പഠിച്ചിട്ട് വരുന്നവർക്കും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ് പഠിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ഓർത്താൽ മതിയാകും. BBA എന്നത് 6 സെമസ്റ്ററുകളിലായി 3 വർഷത്തെ കോഴ്സാണ്. ഓവർവ്യൂ ആയിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. HR, മാർക്കറ്റിംഗ്, സെയിൽസ്, അക്കൗണ്ടിംഗ് റിലേറ്റഡ് പേപ്പേഴ്സ്, ഫൈനാൻസ് റിലേറ്റഡ് പേപ്പേഴ്സ്, എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ലോസ്, ഇത്തരത്തിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ 3 വർഷം കൊണ്ട് പഠിച്ചെടുക്കുന്നത്. കേരളത്തിലും ബാംഗ്ലൂർ, മംഗലാപുരം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലൊക്കെ ഒരുപാട് കോളേജുകളിൽ BBA എന്ന കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും പുറത്തൊരുപാട് യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ ആയിട്ട് ഈ ഒരു BBA കോഴ്സ് അവൈലബിൾ ആണ്. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാറുള്ളത്. പല യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതിന് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ എൻട്രൻസ് അഡ്മിഷൻ എൻട്രി ഒക്കെ നടക്കുന്നത്. ഓൾമോസ്റ്റ് ഈ സിലബസ് ഒക്കെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും വരുന്നത്. ഇതിൻ്റെ ഒരു മാസ്റ്റർ കോഴ്സാണ് MBA എന്ന് പറയുന്നത്, മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. MBA പഠിക്കാൻ BBA പഠിച്ചേ പറ്റൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് ഡിഗ്രിക്കാർക്കും MBA പഠിക്കാൻ പറ്റുന്നതാണ്. MBA ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി, സ്പോർട്സ് മാനേജ്മെന്റ്, ഇതുപോലെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ MBAയ്ക്കും വരുന്നുണ്ട്. BBA ഇൻ സെയിൽസ്, മാർക്കറ്റിംഗ്, നെറ്റ്വർക്കിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ പല സ്പെഷ്യലൈസേഷനാണ് BBAക്ക് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി MBA പറ്റി പറയാനാണെങ്കിൽ MBA എന്നത് മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നതാണ്. BBA പഠിച്ചവർക്ക് മാത്രമല്ല MBA ഏത് ഡിഗ്രി ഉള്ളവർക്കും എടുക്കാൻ പറ്റുന്ന ഉന്നത പഠനം തന്നെയാണ്. MBA ആണെങ്കിൽ ഒരുപാട് ടൈപ്പ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. MBA ഫിനാൻസ്, MBA മാർക്കറ്റിംഗ്, MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA റൂറൽ മാനേജ്മെന്റ്, MBA ബിസിനസ് അനലിറ്റിക്സ്, MBA സപ്ലൈ ചെയിൻ, MBA അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ്, MBA ഓപ്പറേഷൻസ്, MBA കൺസൾട്ടിംഗ്, ഇതൊക്കെയാണ് പ്രധാനമായ MBA സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി BBA MBA പഠിക്കാൻ പറ്റുന്ന ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട്, കേരളത്തിലെ നല്ല കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കൃപാനിധി കോളേജ്, കോഷ്യസ് കോളേജ്, ഏനപ്പോയ യൂണിവേഴ്സിറ്റി, ടി ജോൺ കോളേജ്, സ്ഫൂർത്തി കോളേജ്, ബൃന്ദാവൻ കോളേജ്, സപ്തഗിരി കോളേജ്, ആകാശ് കോളേജ്, ദയാനന്ദ സാഗർ കോളേജ്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി കോളേജ്, അലയൻസ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് കർണാടകയിൽ പഠിക്കാൻ പറ്റിയ MBAയ്ക്കും BBAയ്ക്കും ഉള്ള നല്ല കോളേജുകൾ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലേക്ക് നോക്കിയാൽ ജയ്ഭാരത് കോളേജ് പെരുമ്പാവൂരും, എൽദോ മാർബേസിലിസ് കോളേജും, ഇന്ദിരാഗാന്ധി കോളേജ് കോതമംഗലം MG യൂണിവേഴ്സിറ്റി കോളേജാണ്, അല്ലസർ കോളേജ് തൊടുപുഴ, KMM എറണാകുളം, കൊച്ചിൻ കോളേജ്, TCS മാറ്റ് മലപ്പുറം കോളേജ്, എലിംസ് തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ നല്ല ടോപ്പ് കോളേജുകൾ. തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ കോയമ്പത്തൂർ വരുന്ന SN കോളേജും AJK കോളേജും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ തന്നെയാണ്. ചെന്നൈയിലേക്ക് നോക്കിയാൽ SRM യൂണിവേഴ്സിറ്റിയും രേവതി കോളേജും BBA MBA പഠിക്കാൻ പറ്റിയ നല്ല കോളേജുകൾ തന്നെയാണ്. +2 കഴിഞ്ഞ് നമുക്ക് ചുറ്റും ഒരുപാട് കോഴ്സുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. BBA, BCom, BCA, BTech, BDS, BSc നഴ്സിംഗ്, GNM, ANM, ഫിസിയോതെറാപ്പി, ഫോറൻസിക്, ക്രിമിനോളജി, റേഡിയോളജി, DPharm, PharmD, BPharm, അങ്ങനെ ഒരുപാട് തരത്തിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, IT സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, ടെക്നിക്കൽ സൈഡായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൈഡായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും.
+2 കഴിഞ്ഞിട്ട് UG കോഴ്സുകൾക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് PG കോഴ്സുകൾക്കും നിങ്ങൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി എന്ത് സംശയത്തിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.